കണ്ണനെ കാണാനായി പോയിടും പുലർക്കാലെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ വള്ളംകളി അരങ്ങേറുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ അമ്പലത്തിലെ കാഴ്ചകളാണ്. തിരുമൈ ശോഭ കണ്ടുണരും ഞാൻ, തിരുമൈ ശോഭ കണ്ടുണരും ഞാൻ. കണ്ണനെ കാണാനായി പോയിടും പുലർക്കാലെ ഗുരുവായൂരമ്പല നടയിൽ ഞാൻ. വള്ളസദ്യ നടത്തിയാൽ നിങ്ങൾ 300 പേർക്ക് ഭക്ഷണം പറയുക. അതിൽ വള്ളത്തെ വരുന്നത് ചിലപ്പം 50 പേര് 60 പേരൊക്കെ ആയിരിക്കും. ബാക്കി നമ്മൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം വിളിക്കും, ക്ഷണിച്ച് വരുന്ന അങ്ങനെയുള്ള. അപ്പൊ ആ കിട്ടുന്ന കാർഡാണ് അങ്ങനത്തെ കാർഡ്. എവിടെ വള്ളം വരിക? വള്ളം ആറപ്പുറത്തെ അപ്പൊ കാണാം. കാണാൻ പറ്റും. ഓണത്തോടിയുണ്ട് വള്ളം. അതാണ് പമ്പയാറല്ലേ? പമ്പയാറ്. ഞാൻ കാണുന്ന നേരത്ത് നിൻ രൂപം കാണുവാനെന്തു ഭംഗി, കണ്ടു ഞാൻ കണ്ണനെ. ഈ ഒരു ക്ഷേത്രം മഹാഭാരത യുദ്ധവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് മഹാഭാരത യുദ്ധത്തിൽ ആയുധങ്ങളൊന്നുമില്ലാതിരുന്ന കർണനെ വധിച്ച അർജുനൻ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാരഥിയായിരുന്ന ശ്രീകൃഷ്ണനാണ്, അതായത് പാർത്ഥസാരഥിയാണ്. ഒരുപാട് വലിപ്പമുണ്ട് ഈ അമ്പലം. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ഓണത്തിനാണ്. ഓണത്തിന് വള്ളംകളി മത്സരത്തിനാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇവിടുത്തെ വള്ളംകളിയും ഇവിടുത്തെ വള്ളസദ്യയും ഒരുപാട് ഫേമസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കൽ ഇങ്ങോട്ട് വരണം. ശബരിമലയ്ക്കുള്ള തിരുവാഭരണം വർഷം തോറും പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആദ്യം കൊണ്ടുവരുന്ന ഒരു അമ്പലം ഇതാണ്. പിന്നെ അതുപോലെ അയ്യപ്പനെ ചാർത്തുന്ന തങ്കഅങ്കി ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും മകരവിളക്ക് സമയത്ത് ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. കണ്ടു ഞാൻ തൊഴുതു നിൽക്കും നേരം ചിത്തത്തിൽ നിൻ രൂപം വിളങ്ങി. ഇവിടുത്തെ വള്ളസദ്യ വളരെ കേമമാണ്. അതായത് 70 കൂട്ടം കറികളും ചോറും ഒക്കെ ആയിട്ടുള്ള വള്ളസദ്യ എല്ലാ വർഷവും ഓണത്തിനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലും ഈ അമ്പലം ഒരുപാട് ഫേമസ് ആണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ 60ാം പിറന്നാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആറന്മുളയിൽ വന്നത്. അപ്പോൾ ഇന്ന് പിറന്നാൾ സദ്യയും അച്ഛന് കിട്ടി. ഇവിടെ അമ്പലത്തിൽ ഒരു അന്നദാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിറന്നാൾ സദ്യയും കിട്ടി, പിറന്നാൾ പായസവും കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ശുഭകരമായൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.